ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് ആയാലോ. ഒരു പാനിലേക്ക് 1 ഗ്ലാസ് പാൽ തിളപ്പിച്ചെടുക്കുക. വേറൊരു ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് പാലെടുത്ത് 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കുക. ഞാനെടുത്തിരിക്കുന്നത് വാനില ഫ്ലേവർ കസ്റ്റാർഡ് പൗഡറാണ്. ഏത് ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമില്ല. തിളച്ചിരുന്ന പാലിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കസ്റ്റാർഡ് മിക്സും കൂടെ കുറച്ച് ചേർത്ത് പാല് കുറുക്കിയെടുക്കുക. കുറുകി വരുന്ന പാലിനെ ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ചു നേരം തണുക്കാനായി വയ്ക്കുക. വേറൊരു പാനിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് അതിന് മുകളിലായി ഒരു ബൗൾ വെച്ച് കൊടുക്കുക. ഇനി ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് ഗണാഷ് ആണ്. ബൗളിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുക. ചെറുതായി ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എത്രയാണോ ചോക്ലേറ്റ് എടുക്കുന്നത് അതിൻ്റെ പകുതിയായിരിക്കണം വിപ്പിംഗ് ക്രീം. വിപ്പിംഗ് ക്രീമിന് പകരമായി ഫ്രഷ് ക്രീമും ഉപയോഗിക്കാവുന്നതാണ്. ചോക്ലേറ്റൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബട്ടറും കൂടെ ഇട്ട് അടുപ്പിൽ നിന്ന് മാറ്റാം. ഫസ്റ്റ് ലെയറായി ബ്രെഡ് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഇനി കുറച്ച് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുന്തിരി, ആപ്പിള്, സ്ട്രോബെറി ആണ്. ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. 1 മണിക്കൂർ ഇതൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കും. ഒരു മണിക്കൂറിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചോക്ലേറ്റ് ഗനാഷ് ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് മുകളിലേക്ക് കുറച്ച് നട്ട്സും കൂടെ ഇട്ട് കഴിഞ്ഞ് അരമണിക്കൂറും കൂടെ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പുഡിംഗാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.